ഹലോ! അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ടൊറന്റോയിൽ 17 മണിക്കൂർ ലേ ഓവർ കിട്ടിയ ഞങ്ങള്, ദേ ഇപ്പോൾ നയാഗ്ര കാണാനായിട്ട് വന്നേക്കാണ്. ഇപ്പം ശരിക്കും ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ എയർബിഎൻബി എടുത്ത് കുറച്ച് നേരം ഇരിക്കാമെന്നൊക്കെ ആയിരുന്നു. അപ്പം കുറേ എയർബിഎൻബി ഒക്കെ നോക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ വരുന്ന സമയവും നമുക്ക് തിരിച്ച് പോകേണ്ട സമയവും അപ്പം ചെക്ക് ഇൻ, ചെക്ക് ഔട്ടിൻ്റെ ഒക്കെ ടൈമൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് വലിയ ഒരു നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നിയില്ല. പിന്നെ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയാണ് ഇത്. ചേട്ടൻ്റെ കസിൻ അവിടെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ രാവിലെ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് വീട്ടിൽ പോയി. അവിടെ നിന്നൊന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ കാറിൽ തന്നെ ഈ നയഗ്ര ഫോൾസ് കാണാനായിട്ട് പോയി. വളരെ പെട്ടെന്നായതുകൊണ്ട് തന്നെ നമ്മളൊട്ടും പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു. കാരണം ഒരു ജാക്കറ്റ് പോലും കയ്യിലില്ല. അവിടെ പോയി നിന്ന് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടു. കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യമേ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് നീങ്ങിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോൾസ് കാണുന്നത്. അപ്പോൾ എന്തത് ആ ബോട്ടിലൊക്കെ നമുക്ക് പോയി താഴെയൊക്കെ നിൽക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ ഇത്രയും ഒരു ലോങ് യാത്രയ്ക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് അതിനൊന്നും അങ്ങനെ പോയില്ല. നമ്മൾ ഈ നിന്ന് കണ്ട് ആ ഒരു കാഴ്ച മാത്രമാണ് എൻജോയ് ചെയ്തത്. എന്തായാലും ശരിക്കും ഒരു 1ഓ 2ഓ ദിവസം ഒന്ന് നിന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമുണ്ട്. അടിപൊളിയാണ്. പറ്റുന്നവരെല്ലാവരും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് പോണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവിടെ തന്നെ നമുക്ക് ഷോപ്പിങ്ങിനും ഒക്കെയുള്ള സംഭവങ്ങളുണ്ട്. നമ്മൾ അവിടുന്ന് കുറച്ച് ഐസ്ക്രീം ഫ്ലേവേഴ്സൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. അതുപോലെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളും, അതായത് നയഗ്രയുടെ സിംബൽസും അങ്ങനെ ഫ്രിഡ്ജ് മാഗ്നറ്റും അതുപോലെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് നാട്ടിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ വേണമല്ലോ, തിരിച്ച് കൊണ്ടുവരണമല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ വലിയ ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല. ചെറിയ സാധനങ്ങൾ, നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഈ ഒരു യാത്രയിലുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പറ്റുമ്പോൾ ഒന്ന് പോയി നോക്കുക. ഒരു ദിവസത്തിലൊന്നും ഒന്നും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ അവിടെ സ്റ്റേ ചെയ്ത് 1ഓ 2ഓ ദിവസം നിൽക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും പോണം. ഈ ഒരു സിപ്പ് ലൈനൊക്കെ അടിപൊളിയാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എനിക്കെന്തായാലും ഇതെല്ലാം ട്രൈ ചെയ്യാനായിട്ട് ഇനി പോണം എന്നുണ്ട്. ഇനി എപ്പോഴാണെന്നൊന്നും അറിയില്ല. എന്നാലും ഞാൻ പറയുകയാണ്. പിന്നെ ദേ ഈ പറയുന്ന ബാക്കിൽ നോക്കിക്കോണേ, അവിടെ ഒരു ഫയർ വരുന്ന ഒരു സംഭവമുണ്ട്. ഒരു ഫൗണ്ടൻ പോലെ കാണാം. കണ്ടോ? അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഫയറൊക്കെ വരുന്നുണ്ട്. അത് കാണാനൊക്കെ അടിപൊളിയാണ്. നമ്മളവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സൗണ്ടും ആ ഒരു തീയുടെ കളറും ഒക്കെ നല്ല വ്യൂ ആണ്. അപ്പോൾ എല്ലാവരും നോക്കണം കേട്ടോ, ഇങ്ങനൊരു യാത്രയ്ക്ക് പ്ലാൻ ചെയ്യണം. ഞാൻ പറയുന്നത് ടൊറന്റോയിലുള്ളവരുടെ കാര്യമല്ല, പുറത്തുള്ളവർ ഇതൊക്കെ ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കണം. കാരണം നമ്മളെന്തായാലും ഇവിടെയൊക്കെ നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നത് നല്ലതാണല്ലോ. ഇനി അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ തിരിച്ച് നേരെ ഒന്ന് പോയി ഫ്രഷ് ആവുക. അത് കഴിഞ്ഞിട്ട് എയർപോർട്ടിലേക്ക് പോവുക. ഫ്ലൈറ്റ് കയറി ഡൽഹി വരെ അടുത്തൊരു യാത്ര. ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു യാത്രയാണ്. 15 to 16 അവേഴ്സാണ് നമുക്ക് ഡൽഹി വരെ എത്താനായിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. വാൽക്കണ്ണാടി.